അണ്ണാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അപ്പുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആൻ്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്. മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ബ്ലഡ് അതാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല, ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. 7-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ തുടക്കം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആൻ്റണി, ലാൽ സാർ, ജൂഡ് മുതലാളി, മറ്റേ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സായി ചേട്ടാ. സായി ചേട്ടൻ കൊടുത്ത അഡ്വൈസിനെ കുറിച്ചൊക്കെ ഓൾറെഡി വിസ്മയ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ കൂടെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക്, ആർട്ടിസ്റ്റുകളുടെ ആ ഒരു സെഷനിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. അതുവരെ വളരെ സൈലന്റ് ആയിട്ട് പോയ ഒരാള്, നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ് ആളെ കേട്ടിട്ടുള്ളത്. അതുവരെ ഭയങ്കര സൈലന്റ് ആയിട്ട് പോയിട്ട് DSRയിൽ ഒരു ടെറിഫിക് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ ഇവിടെയുണ്ട്. SJ കുറുപ്പ്. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാം ഞെട്ടിച്ച് അതൊരു പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ലാസ്റ്റ് സീനിൽ ആളെ കൊണ്ടുവന്ന് ചെയ്യാം. പ്ലീസ് ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിയാവണം. 2025 എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല വർഷമായിരുന്നു. അത് ലാൽ സാറിൻ്റെ കൂടെയുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ എനിക്ക് വരാൻ പറ്റി ഈ കുടുംബത്തിലേക്ക്. പിന്നെ അപ്പുവിൻ്റെ ഒപ്പം DSR ചെയ്തു. പിന്നെ മായയുടെ ഒപ്പം. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മായയ്ക്കും ജോക്കുവിനും ഭയങ്കര സന്തോഷം ഇവരൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയാലും. ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമയുടെ ചെയ്തു, അതിമനോഹരം. എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കൈയടിച്ച് പറഞ്ഞു വിട്ടു. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 7-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ ഹസ്ബൻഡ്. അവരുടെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരെല്ലാം ലാൽ സാറിൻ്റെ ഓരോ സിനിമകളിലും മക്കൾക്ക് പേരിട്ടിരിക്കുന്ന ലാൽ സാറിൻ്റെ സിനിമകളിലെ പേരാണ്. അതായത് എൻ്റെ മോൻ്റെ പേര് കാശിനാഥൻ എന്നാണ്. അപ്പം അത്രയ്ക്ക് വലിയ ഫാനാണ് അവരെല്ലാവരും. അപ്പം താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല, നല്ല ടെൻഷനിലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജയ. ജയക്ക് ഇവരുടെ 3 പേരുടെയും കൂടെ അഭിനയിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായി അല്ലേ? ആൻഡ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ, ജയ പറഞ്ഞു ജയയുടെ ഹസ്ബൻഡ് ഭയങ്കര ഫാനാണ്. ഞങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ്റെ വലിയ ഫാൻസാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലാലേട്ടൻ്റെ ഫാൻസാണ്. താങ്ക് യു സോ മച്ച് ജയ. ആൻഡ് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ആ ഒരു സംഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. when we talk about ആശീർവാദ് സിനിമാസ്, ആശീർവാദ് സിനിമാസിന് മുൻപും പിൻപും മലയാള സിനിമയെന്ന് ഒരു പക്ഷേ കാലം അടയാളപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടാവും. 26-ാമത്തെ വർഷമാണ് ആശീർവാദ് സിനിമാസ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാലയളവിൽ മലയാളത്തിന് അഹങ്കരിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമകൾ, ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ തന്നെ ഹിസ്റ്ററി തിരുത്തിക്കുറിച്ച സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ആശീർവാദ് സിനിമാസ്. ആശീർവാദ് സിനിമാസിൻ്റെ ഒരു സ്റ്റോറി, നമ്മളുടെ ഇത്രയും നാളത്തെ ആ ഒരു ജേർണി, we are carrying an absolute legacy of almost 26 years. And so proud to say
ഈ ഒരു 26 വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ, മോഡേൺ മലയാള സിനിമയുടെ ഒരു ചരിത്രം കൂടിയാണ് ആശീർവാദ് സിനിമയിലൂടെ സഞ്ചരിച്ചത്. Ladies and gentlemen, can I have your attention on screen? Let's have the show reel. In the heart of Indian film, where dreams take flight and stories come alive, shines a luminous gem of Malayalam. Starting from the monumental success of Narasimham, Ashirwad Cinemas has consistently raised the bar for excellence in filmmaking. A state-of-the-art headquarters was inaugurated, serving as a dynamic hub. In 2022, we expanded internationally by partnering with Ashish Joe Anthony to oversee global operations from UAE. To our directors, actors, technicians, exhibitors, the Malayalam film fraternity, and the entire Ashirwad family, we offer our heartfelt thanks. To our global audience, you are the heartbeat of this family. Your love and support has been our greatest reward. To Mohanlal sir and family, especially Sujit Chechi, your unwavering support has been the cornerstone of our legacy. Dearest Lal sir, this incredible journey of Ashirwad Cinemas, from our humble beginnings to where we stand today, is a story of your love, guidance and support. Your charisma and vision are the soul of this venture. What we are today is the outcome of your trust and collaboration. Sir, you kept us close to your heart. You enlightened our paths. You completed our family. Ashirwad Cinemas is all you. നമ്മളുടെ ഈ ഒരു ഷോറിൽ കാണുമ്പോൾ അറിയാം, ആശീർവാദ് സിനിമാസ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് മലയാള സിനിമയുടെ ഒരു ചരിത്രം നമ്മളിവിടെ സഞ്ചരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മോഡേൺ മലയാളം സിനിമയുടെ, ബ്ലോക്ക് ബസ്റ്റർ മൂവീസിന്റെ. ഇവിടെ നമ്മൾ എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോൾ ഒരാളെ കൂടെ ഒന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യാണ്. ഈ ഒരു ആശീർവാദ് സിനിമാസിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലഡ് ആൻഡ് സ്വെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ലാലേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ആന്റണി ചേട്ടൻ. ഹി ഡിസേർവ്സ് എ ലൗഡർ റൗണ്ട് ഓഫ് അപ്ലോസ്. ആന്റണി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു വിഷൻ ആശീർവാദ് സിനിമാസിന്. ഐ നോ ദാറ്റ് ദിസ് ഇസ് വിതൗട്ട് യുവർ പെർമിഷൻ ഐ ആം കോളിംഗ് യു ഓൺ സ്റ്റേജ്. ആശീർവാദ് സിനിമാസിന്റെ ഈ ഒരു വിഷനറി ബിഹൈൻഡ് ദിസ് മൂവി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന എല്ലാവരുടെയും പേര് നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. ഫ്രം ദ ഹംബിൾ ബിഗിനിങ്. ഇപ്പോൾ ആശീർവാദ് എന്ന് പറയുന്നത് മലയാളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ദ ബാക്ക് ബോൺ ഓഫ് ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂർ. നല്ല നിറഞ്ഞൊരു കൈയും സ്നേഹവും അദ്ദേഹത്തിന് കൊടുക്കാം പ്ലീസ്. ആന്റണി ചേട്ടാ. A warm round of applause, ladies and gentlemen. ആന്റണി ചേട്ടാ, ആശീർവാദ് സിനിമാസിന് എല്ലാ സിനിമകളും സ്പെഷ്യലാണ്. പക്ഷേ ഇന്നത്തെ ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ഒരു ഹാപ്പിനെസ് തരുന്നതല്ലേ, കുറച്ചുകൂടെ പേഴ്സണലി സ്പെഷ്യൽ അല്ലേ ഈ ഒരു സിനിമ, അല്ലെ ഇത് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ജൂഡ് ഇത് കൊണ്ട് വന്നപ്പോൾ ഇതിങ്ങനെ തന്നെ സെലക്ട് ചെയ്യണം, ഇങ്ങനെ ആവണമെന്ന് എങ്ങനെയാണ് അവർ മൊമെന്റ് ഓഫ് ഒരു തീരുമാനം എടുത്തത്? സന്തോഷം. ഒരുപാട് നമ്മൾ 27 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയം മുതൽ ശരിക്കും ഒന്ന് മനസ്സ് ഇവിടം വരെ ഈ നിമിഷം വരെ ഒന്ന് ഓടിപ്പോയി. അത് വല്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടി, സന്തോഷവും ഒരുപാട് യാത്ര ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. കാരണം ഞാൻ പ്രണവിൻ്റെ അപ്പുവിൻ്റെ സിനിമയും ഇതുപോലെ ഒരു ദിവസം ആദ്യത്തെ ഒരു സിനിമ ജിത്തുവും ഞാനുമായിട്ട് ഇതുപോലെ ഞങ്ങൾ തുടങ്ങി. ദൈവം ഒരുപാട് അതിന് ഭാഗ്യം തന്നു. അത്
എന്താ പറയുക, ഇപ്പോഴും ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു ആ സമയങ്ങളിൽ. പിന്നീട് ഇങ്ങനെ ഒരു ദിവസം മായ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ മുൻപ് 2-3 വർഷം മുൻപ് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെ ഒരു സപ്പോർട്ടോടു കൂടി ആഗ്രഹത്തോടു കൂടി എന്ന് ഞാൻ പറയുന്നില്ല, മായയുടെ ആഗ്രഹത്തിന് ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ടാവുകയും അത് ജൂഡായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മായയെ അത്ര കംഫർട്ടായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള. അപ്പം ഞാൻ ജിത്തുവായിട്ട് അപ്പോനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അതേപോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരാളായിരിക്കണം എന്ന് തോന്നി. അത് അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ജിത്തുവുമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അതിനുശേഷം ജൂഡുമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ വളരെ ഇങ്ങനൊരു സദസ്സിൽ ജൂഡിനോട് ഒരു വാക്കേ പറയാനുള്ളൂ. അത്രയും ജൂഡ് മായയെ അത്രയും കംഫർട്ട് കൊടുത്ത് ഈ സിനിമയിലേക്ക് ആദ്യം മുതലേ ഈ നിമിഷം വരെ കൊണ്ടുവന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിയായി നന്ദി പറയുന്നു. അതിയായി സന്തോഷമുണ്ട്. അപ്പോൾ ആശീർവാദ് സിനിമാസിനെ, മോഹൻലാൽ സാറിനെ, എന്നെയെല്ലാം അത്രയും സ്നേഹിച്ച മലയാളികൾ അപ്പൂനെ സ്നേഹിച്ച പോലെ മായയെയും സ്നേഹിക്കണം, അനുഗ്രഹിക്കണം, എല്ലാ ആശീർവാദങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ തുടക്കം എന്ന സിനിമയിൽ എൻ്റെ മകനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും മനസ്സിലധികമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. കാരണം മായ അഭിനയിക്കുന്ന ആ സിനിമയിൽ തന്നെ എൻ്റെ മകനും ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കുടുംബം മോഹൻലാൽ സാറും ചേച്ചിയൊക്കെ ഞങ്ങളെ എങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോളും ഇവിടെ ഉണ്ട്. അപ്പം ആ സന്തോഷം അതിയായിട്ട് അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം നിന്ന് എന്നോട് സഹകരിച്ച എല്ലാ സംവിധായകർ, നടന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. അവരെല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, അവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആത്മജയുടെ. അത് ആത്മജയുടെ വരുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഫ്രം ദ ബിഗിനിങ് ആ ഒരു ഹിസ്റ്ററി അല്ലേ മനസ്സിൽ കൂടെ പോയി എന്നുള്ളത് കയറി വരുമ്പോൾ തന്നെ എത്രത്തോളം ഇമോഷണൽ ആണെന്നറിയാം. എന്നിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിസ്മയ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എല്ലായിടത്തും പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് ബിക്കോസ് ഇപ്പോഴല്ല വിസ്മയ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ മലയാളികൾ വിസ്മയ ചെറുതായിരുന്നപ്പോൾ തൊട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഒരു പക്ഷേ കുറച്ച് ലേറ്റായിട്ട് സിനിമയിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്നേഹം അന്ന് തൊട്ട് കൂടെയുണ്ട്. ഇവർക്ക് രണ്ടുപേരും ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അല്ലെ ഇവർ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ആ ഒരു സെറ്റും പിന്നെ സിനിമയായിട്ട് കണ്ടപ്പോൾ ഹൗ വാസ് യുവർ ഫീലിംഗ്? എങ്ങനെ ആ ഒരു അല്ല, അത് ശരിക്കും ഇത് നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടും ആ വേഷം അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും കാണുമ്പോൾ അങ്ങനെ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മായനെയൊക്കെ കാണുന്നത്, എൻ്റെ മകനെയൊക്കെ കാണുന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഏറ്റവും സന്തോഷം തരുന്നു. അത് ദൈവമേ എല്ലാ അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആശീർവാദിനെ സപ്പോർട്ട് ചെയ്ത, ആന്റണി പെരുമ്പാവിനെ സപ്പോർട്ട് ചെയ്ത, മലയാളത്തിൻ്റെ മഹാനടനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെ കൂടെയും ഉണ്ടാവും. ഈ സിനിമയുടെ കൂടെയും ഇവരുടെ ഒരു സിനിമ ലൈഫിലും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ് ജേന. ബിഫോർ യു സ്റ്റെപ്പ് ഡൗൺ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മൂവീസ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല സിനിമകൾ ആശീർവാദത്തിൽ ഞങ്ങൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, നമുക്ക് ഇന്നും പിടിതരാത്ത ഒരു ക്രൈം സീനുമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജിത്തു ജോസഫ്. പ്ലീസ്. കൂടെ തന്നെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, വൺ ഓഫ് ദ ഇൻക്രെഡിബിൾ ഡയറക്ടേഴ്സ് ഓഫ് മലയാളം മൂവീസ്, മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ സർ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു അനുഗ്രഹവും ഒരു വിശ്വസവും ഒക്കെ തുടക്കക്കാരായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വിസ്മയക്കും അതോടൊപ്പം തന്നെ ആശിഷിനും ആവശ്യമാണ്. പ്ലീസ്.
എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 9 വർഷം പുറകോട്ട് പോവുകയാണ്. അന്ന് തിരുവനന്തപുരത്തായിരുന്നു ഡിസംബറിൽ അപ്പൂൻ്റെ ആദിയുടെ ഇതേപോലെ ഒരു ലോഞ്ച്. ജീവിതത്തിൽ ഒട്ടേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ജൂനിയർ കാണുമ്പോൾ അതിന് ടെൻഷനൊന്നുമില്ല. യു ആർ സോ കോൺഫിഡൻറ്റ് ആൻഡ് ഐ നോ യു. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാനും നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് ലാൽ സാറിൻ്റെ മോള് വിസ്മയ വരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ജോക്കു, ആശിഷ്, ജോക്കുന്നുള്ള എല്ലാവർക്കും അറിയില്ലേ. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയെങ്കിലും ഒന്ന് 7-ാം തീയതി ആയാൽ മതി എന്നുള്ളൂ. കാരണം വിഷ്വൽസ് കുറച്ച് വിഷ്വൽസ് എനിക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിവേ, എനിക്ക് കഥയെക്കുറിച്ചും വലിയ ധാരണയില്ല. എനിക്കത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്കത് ഒരു ഫ്രഷ് ഫീലിംഗിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ എനിക്ക് സ്കൂളിൽ പറയുന്നില്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിവേ, എന്താ പറയുക, മലയാളത്തിലേക്ക് 2 പുതിയ മുഖങ്ങളുടെ തുടക്കമാണ്. ആ തുടക്കം ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന ആ ഫിലിം മേക്കറുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുമായി ജോക്കുവും അവർ സിനിമയിൽ തുടക്കം കുറിക്കുന്നു. വലിയ സന്തോഷം. ജൂഡ് വളരെ അടുത്ത സുഹൃത്ത്. ഇതേതായാലും ഗംഭീരമാവുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കരമായ ഒരു സ്വാർത്ഥതയും കൂടി ഇതിനകത്തുണ്ട് ഈ സിനിമയെ ബന്ധിപ്പിച്ചുകൊണ്ട്. കാര്യം ഒരു ബ്ലഡ് ലൈനിൻ്റെ ഒക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ് മലയാളം സിനിമയിൽ എന്നുള്ളത് വലിയ സന്തോഷത്തിൽ ആണ് നിൽക്കുന്നത്. ഗംഭീരമാകട്ടെ. 7-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആൻ്റണിക്ക് എല്ലാ ആശംസകളും, ജൂഡിന് എല്ലാ ആശംസകളും. ചേട്ടാ, Thank you so much, Jitu sir and Unikrishnan sir. Thank you so much. അടുത്തത്, I think it's the right time to invite on stage the captain of this journey, the captain of this ship. ഓം ശാന്തി തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2018 എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ മൂവി വരെ he knows how to touch the pulse of the audience. Ladies and gentlemen, join me in welcoming one of the incredible directors of Malayalam film industry, Jude Anthony Joseph. നമ്മുടെ സ്വന്തം ഡയറക്ടറെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജൂഡ് ആന്റണി ജോസഫ്. നല്ലൊരു കൈഡിയാവാം കേട്ടോ. Again, it's a trailer launch of തുടക്കം. ജൂഡ് ആന്റണി ജോസഫ്. ഒരൊറ്റ കാര്യം, കുറേ കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒരു കാര്യം പുറത്ത് വിട്ടില്ല. ഞങ്ങളെ പാട്ടും കുറച്ച് ജിത്തു സാറ് പറഞ്ഞ പോലെ സാറിന് ആകാംക്ഷയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് കാണുന്നത് ഭയങ്കര, ഐ മീൻ യു ആർ ത്രിൽ ടു വാച്ച് ദ മൂവി, പക്ഷെ ഞങ്ങൾക്ക് കഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് ഡിറക്റ്റ് ചെയ്യുമ്പോൾ ഇവർ 2 പേരും ഓഫ് കോഴ്സ് ആസ് ന്യൂ കമേഴ്സ്, ഇവരുടെ കൂട്ടത്തിൽ ലാലേട്ടനെ കൂടെ ചേർത്ത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ how was that experience as a director? അതൊക്കെ പതുക്കെ പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയാനുള്ളത്. ജിത്തു ചേട്ടൻ പറഞ്ഞു 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നത്. അത് ഞാനവിടെ പടപടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ എന്താ പറയുക, അഭിനയം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കും. ഇതിനെന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിയും ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത്, ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയായാലും ആശിഷായാലും 2 പേരും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർ കിണ്ടിയപ്പെടുത്തൽ ഒരുപാട്. ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതലും.
പക്ഷെ ഞങ്ങൾ സായിച്ചേട്ടനും മനോജേട്ടനും ജാഫറൊക്കെയും ഞങ്ങളൊക്കെ അവിടെ കോമഡി കളിച്ച് മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്, പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷനിൽ ഇല്ലാത്തപോലെ അഭിനയിക്കുന്നു. പക്ഷെ ഭയങ്കര രസമൊരു ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം. അന്നചേട്ടനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നചേട്ടൻ ഒരു പടത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നചേട്ടൻ അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. ഒരു ഫാമിലി ട്രിപ്പ് പോയാലും. പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്നൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്. അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. ആശീർവാദിൻ്റെ സിനിമകൾ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്. എനിക്കൊരു യോഗമായി ഞാൻ കാണുന്നു. കാരണം മായയെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇന്നും അവരോട് പറഞ്ഞതാണ്. അതായത് മായയ്ക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ, മലയാളം ഭാഷ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്ന ഒരു ഭാഷയേ ഉള്ളൂ. മായയ്ക്ക് അറിയാം മലയാളം. പക്ഷേ മായ അതിൽ ഒരു കമാൻഡിങ് പവർ കിട്ടുവാണെങ്കിൽ മലയാള സിനിമ കണ്ട ഒരുപാട് നല്ല മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മായ. കാരണം ഞാൻ രണ്ട് വേഷനും കണ്ടിട്ടുണ്ട് മായയുടെ. മായ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പടത്തിൽ തയ്യാറാകുമ്പോഴും. കാരണം കോൺഫിഡൻസ് കൂടുന്തോറും മായയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അതുകൂടാതെ മായ വന്ന് ആദ്യമൊന്നും മോണിറ്ററിലൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ അവസാനം കഴിയുമ്പോഴേക്കും മായ വന്ന് മോണിറ്ററിൽ നോക്കിയിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അടുത്ത പടത്തിൽ മായ ഉറപ്പായിട്ടും ഇതിലും ഗംഭീരമായിരിക്കും. ഇതിലും മോശമൊന്നുമല്ല, ഇതിലും ഗംഭീരമാണ്. എന്നാലും അടുത്തതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എൻ്റെ ടെക്നീഷ്യന്മാരെ, വിഷ്ണു ആയാലും ജെയ്സ് ആയാലും അഖിലായാലും ചമനായാലും, നമ്മൾ എല്ലാവരും ടീമായിരുന്നു. കാരണം നമുക്കൊരു നല്ല സിനിമ ചെയ്യണം. കാരണം ഇത് ഞങ്ങളെല്ലാം മോഹൻലാൽ ഫാൻസാണ്. അപ്പം ഞങ്ങൾക്ക് മോഹൻലാൽ സാറിൻ്റെ മകളുടെ സിനിമ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അതിൽ എനിക്ക് ശരിക്കും നിങ്ങൾ തളിരോമൽ എന്നുള്ള പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള റീസൺ പോലും ഞാനൊരു പാട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട്. എല്ലാം ആ കുട്ടിയുടെ ഫാമിലി, നാട്. അപ്പോൾ ജെയ്ക്സിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് എനിക്ക് അതിൽ കുറേ ഐഡിയ കിട്ടി. ജെയ്ക്സ് പറഞ്ഞു, അളിയാ മോഹൻലാൽ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോളെ പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടില്ലേ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറേ വിഷ്വൽസ് വന്നത്. കൊള്ളാമെന്നാണ്. അപ്പോൾ പിന്നെ ജെയ്ക്സിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ചമൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും ഈ പടത്തിൽ ഉറക്കിയത് എല്ലാവരുടെയും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയത്. കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ വളരെയധികം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 2 പേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നചേട്ടൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിസാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു ഒരു കാര്യം ചോദിക്കാനായിട്ട്. അത് നിങ്ങൾ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഉണ്ണിസാർ ചോദിച്ചു, ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, അതിനെന്തെങ്കിലും പറ്റുമോ? കാരണം സാറിൻ്റെ മോൾക്ക് പട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് താങ്ങാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞു. ഇതിൽ പട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ റീസണും പറയാം. മായ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയിൽ ആദ്യം പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാനൊരു പ്ലാനൊക്കെ ഇട്ട് വെച്ചു. കാരണം ടോവിനോയുടെ നമ്മൾ 2008 കൊന്ന പോലെ കൊന്നിട്ട് ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ളൊരു പ്ലാൻ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ മായ പറഞ്ഞു, ചേട്ടാ പട്ടിയൊന്നും ചെയ്യരുത്, പാവം പട്ടിയാണ്. സിനിമയിൽ പോലും ഒരു പട്ടിക്കൊന്നും സംഭവിക്കരുത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മായ. അതുകൊണ്ട് പട്ടി സേഫാണ്. വേറെ ചില ആൾക്കാർക്ക് ചിലത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടത്തിൽ ഇറങ്ങിയത് ബിജിച്ചേട്ടൻ ഇവിടെയുണ്ട്, വിനോദേട്ടനുണ്ട്. ഇങ്ങനെ പടത്തിൽ നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള രാത്രികളിലായിരുന്നു ഷൂട്ട്. പക്ഷേ അതിൽ പ്രശ്നം തോന്നാതെ ബിജിച്ചേട്ടൻ്റെ ടീമുമാണ് നമ്മുടെ പടത്തിൽ കൂടെ കട്ടിക്ക് നിന്നത്. ഒരുപാട് സന്തോഷം ബിജിച്ചേട്ടൻ, ഒരുപാട് സന്തോഷം. പിന്നെ സൈലൻസ് ചേട്ടൻ 2012 വെള്ളത്തിലായിരുന്നു ജീവിച്ച ആ മനുഷ്യൻ. എൻ്റെ അസോസിയേറ്റാണ് അദ്ദേഹം, ഇവിടെയുണ്ട്. പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഫുൾ ടീം ഇവിടെയുണ്ട്. എനിക്ക് എല്ലാവരോടും പേഴ്സണലി നന്ദി പറയണമെന്നുണ്ട്. അത് സിനിമ റിലീസ് ചെയ്തിട്ട് പറയാനിരിക്കുമായിരുന്നു, എന്നാലും കണ്ട സ്ഥിതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ലാൽ സാർ പടം കാണുമ്പോൾ ലാൽ സാറിന് വേണ്ടി ഞാനൊരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പടം കാണുമ്പോൾ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയ സുഹൃത്തുക്കൾക്കും, എല്ലാ കൂട്ടുകാർക്കും, എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ സിനിമയാണ്. നിങ്ങളാരും ഒരു പ്രതീക്ഷയിലും വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു കുടുംബ ചിത്രം. അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ
എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് ആ സിനിമയുടെ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ തരിപ്പൊക്കെ കിട്ടി. അത് നിങ്ങൾ കിട്ടിയാൽ പടം എന്തായാലും ഓടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആക്ച്വലി ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫീലാണ് വന്നത്. പിന്നെ 2018 കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തില്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദൈവം കൊണ്ടു തന്നു എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു മൂവി എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലൊരു ബ്രില്യൻറ്റ് ഡയറക്ടർ ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. ഇവിടെ നേരത്തെ വന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യൻസും വർക്ക് വിത്ത് യു ഇൻ 2018, റൈറ്റ്? അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു മഴക്കാലത്ത് വീണ്ടും സിനിമ റിലീസ് ചെയ്യാണ്. എല്ലാവരും ഈ ഒരു ടീമിനെ, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. അവിടെ കുറേ പേര് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടുമാണ് വി നീഡ് ഓൾ യുവർ സപ്പോർട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? അത് കാണാനുണ്ട്. താങ്ക് യു ജൂഡ്, താങ്ക് യു സോ മച്ച്. അടുത്തത് തീർച്ചയായിട്ടും മേ ബി ഇറ്റ്സ് എ സ്പെഷ്യൽ മൊമെന്റ് ഫോർ മലയാളം ഫിലിം ഇറ്റ്സെൽഫ്. അങ്ങനെ തന്നെ പറഞ്ഞു. ആ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിരിക്കും. സിനിമയുള്ള കാലത്തോളം, സിനിമ കാണുന്ന മനുഷ്യരുള്ള കാലത്തോളം ഒരു മുഖവരിയുടെയും ആവശ്യമില്ലാത്ത ട്രൂ ലെജൻഡ് മലയാള സിനിമ മലയാളത്തിന് നൽകിയ പുണ്യം എന്ന് തന്നെ പറയാം. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ മലയാളത്തിൻ്റെ മഹാനടൻ ലാലേട്ടനെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ലാലേട്ടൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത്, ആള് ജോയിൻ ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് ആസ് മലയാളത്തിൻ്റെ മഹാനടൻ, പക്ഷേ ജോയിനിങ് ആസ് എ പ്രൗഡ് ലവിങ് ഫാദർ ഹുസ് ജോയിനിങ് ഫോർ ഹിസ് ഡോട്ടേഴ്സ് ഡെബ്യൂ മൂവി ട്രെയിലർ ലോഞ്ച്. ലാലേട്ട ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടത്, ഇവിടെ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേര്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒരു ഡോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ നിമിഷം വരെ ഏറ്റവും വലിയ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിന്ന നമ്മളുടെ സ്വന്തം സുജി ചേച്ചി ആസ് എ മദർ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ ജേർണി കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വിസ്മയ എല്ലായിടത്തും പറഞ്ഞത്. ചേച്ചീനെയും കൂടെ ക്ഷണിക്കുന്നു, പക്ഷേ ഒരുമിച്ച് കയറിയാൽ മതി. ആ ഒരു പേരിനോട്, അച്ഛനിട്ട പേരിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തും വിസ്മയ എന്ന പേരിനോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് വിസ്മയങ്ങൾ കട്ടുന്ന ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയണം. ആളുടെ ഡെബ്യൂ മൂവി ട്രെയിലർ ലോഞ്ച് ആയിരിക്കും നടക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഷീ ഈസ് എ പോയറ്റ്, എ പബ്ലിഷ്ഡ് ഓതർ, എ ട്രെയിൻഡ് മാർഷൽ ആർട്ടിസ്റ്റ്. എന്താ പറയണേ, ഇൻ എവറി സെൻസ് ഓഫ് വേർഡ് ആളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ജോയിൻ മീ ഇൻ വെൽക്കമിങ് മലയാളത്തിന്റെ ഈ ഒരു 3 പേരെയും, വിസ്മയ മോഹൻലാൽ, കൂടെ സുജി ചേച്ചി, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, ഇവരെ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് ആൻ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് തന്നെ പറയണം. പ്ലീസ് നല്ല നിറഞ്ഞ കൈഡിയാവാം. വിസ്മയ മോഹൻലാൽ, സുജി ചേച്ചി ആൻഡ് ലാലേട്ടൻ is joining on stage. ലാലേട്ടന് അവിടെ നാണ്ടിച്ചേട്ടൻ എന്താ കാണിച്ചതെന്ന് മനസ്സിലാക്കി. ലാലേട്ടാ, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്തും നമ്മൾ തുടങ്ങിയാലോ? അല്ല, ചേച്ചിയുടെ അടുത്തും തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചി, വിസ്മയ എല്ലാ ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ നമ്മൾ ആസ് എ മദർ കാണുന്ന ഇൻ്റർവ്യൂസിലെല്ലാം നമുക്ക് മനസ്സിലാവും യു ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി. ആളുടെ ഒരു ഡ്രീമിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇവർ ആദ്യം ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തൊരു സമയത്ത് ഹൗ വാസ് യുവർ ഫീലിംഗ് ആസ് എ മദർ, ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ നിന്നൊരു അമ്മ എന്ന നിലയ്ക്ക്? ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐഡ് ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. ആ 2 പേരും വന്ന ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണവ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, വിച്ച് ഓൾസോ മീൻസ് ദ ബിഗിനിങ്.
രണ്ടുപേരുടെയും cinemas were directed by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി similarities ഉണ്ട്, but these are the two similarities that I found, really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ, it means beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. Appo ee oru beginning will not happen with just one person, right? Other than that, I won't say that oru film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky. She's very blessed, I would say, because oru family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മൈൻ്റെ കൂടെ ലൊക്കേഷനിൽ ഐ വാസ് വിത്ത് ഹർ എല്ലാ ദിവസവും ആ സെറ്റിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ മേക്കിംഗ് ദിസ്, ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam, this to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. Adupole thanne also for Ashish, because I've seen him grow. He is also like one of my children. So it's a very emotional moment for me. Gives me a lot of pride. Thank you. ട്രസ്റ്റ് മീ ചേച്ചി, സത്യം പറയുകയൊന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മൊമെൻ്റാണ്, ഒരു ഇമോഷണൽ മൊമെൻ്റാണ്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മായ, വിസ്മയ, മലയാളത്തിൻ്റെ വിസ്മയമാവാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം വിസ്മയ. ഓഫ് കോഴ്സ് you were in many you are a talented martial artist. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. How cinema excites you and how Tudakam excites you? I'm so grateful to be here. I feel like this is just ordinary. Sorry, I'm okay. Okay, I want to speak in English because in Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie. Annie Chada, Jude Chada, thank you so much. Sai Kumar, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah, I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, Priya. Thank you so much. വിസ്മയ, ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. that song which came out, social media full trending ആയിട്ടുള്ളൊരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു തുടക്കമാവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ വിസ്മയ്ക്ക് സാധിക്കട്ടെ. ലാലേട്ടാ പ്ലീസ്, ഇനി ലാലേട്ടനോട് ചോദിച്ചോട്ടെ. ലാലേട്ടാ, ഞാൻ കുറച്ച് നെർവസായി. ലാലേട്ടാ, ഒരുപാട് സിനിമകൾ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ, ദിസ് ഇസ് ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യം വിച്ച് ഇസ് നോട്ട് ന്യൂ ഫോർ യു. പക്ഷേ when it comes to തുടക്കം,
എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ എന്നാലോചിക്കാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിന് കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കി ഇടിയുണ്ട പോലീസ് വിളിച്ചുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊടുക്കും. ഒരു കാലത്ത് നിന്നാണ് വന്നത്. അല്ല, ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്ന കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്ക് ഒരു ചാൻസ് തന്നെ. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജൂ. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഒരു അസൂയാണ്. കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീറെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കും ജൂഡ് പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും വരണ്ട. ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സ്വിച്ച് പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്നത് ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്നൊരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു അതങ്ങനെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാൻ പറ്റും. പിന്നെ ജോക്കു, ഈസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മകളുടെയും സിനിമയിൽ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു മകൻ്റെയും മകളുടെയും സിനിമയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ ഞാൻ, പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു, അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും. മെഴുതിയർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും. ഞാൻ ആ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിന് ഒരു സ്പെഷ്യൽ നന്ദി തരാം. ആൻ്റണി അങ്ങനെയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമായി. അപ്പോൾ ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും.
എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും അങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല. അങ്ങനെ ദേഷ്യം തോന്നിയാലും ആൻ്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തമാശ വന്നതാണ്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം മുതലേ കാണും നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ആരും അഭിനയിക്കാൻ തുടങ്ങിയില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടും അല്ലേ അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇനി നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത്. കൂടെയുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട ഒരു സ്നേഹം പറയുന്നു. നന്ദി എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആൻ്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആൻ്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി എന്തിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിമാകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ടേ, ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാനടക്കം. താങ്ക് യു. താങ്ക് യു ലാലേട്ട. ഇനി എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്ന ഒന്നും വേണ്ട, അല്ല ഞങ്ങൾക്ക് പറയണല്ലോ. ആള് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ മൂവിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നൊരു വലിയ വിശാലമായ ലോകത്തേക്ക് ആള് കടക്കാൻ പോകുന്നത് തുടക്കം മൂവിയിലൂടെ തന്നെയായിരിക്കും. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആശിഷ് ജോ ആന്റണി. നല്ലൊരു കൈ കൊടുക്കാം. ആശിഷ് പ്ലീസ്. ആശിഷിന്റെ കൂടെ തന്നെ 2 പേരെയും കൂടെ നമ്മൾ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ സ്വന്തം ആന്റണി ചേട്ടൻ. ആന്റണി ചേട്ടൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ശാന്തി ചേച്ചി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് ആശിഷിന്റെ സിസ്റ്ററെ കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയാവാം പ്ലീസ്. ആശിഷ് പ്ലീസ്. ഇപ്പൊ എല്ലാവരും ജോക്കു എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. ആശിഷ് പ്ലീസ്, എങ്ങനെയാണ് പുതിയൊരു തുടക്കമാണ് സിനിമയിലേക്ക് ഒരു വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ബിക്കോസ് അത്രമാത്രം സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. ബിക്കോസ് ടുഡേ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. പിന്നെ തുടക്കത്തിൽ നിന്ന് എല്ലാവരും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ടായി. ബിക്കോസ് ഐ റിയലി മിസ്ഡ് യു ഗൈസ്. മായ ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഐ ഹവ് നോൺ ഹർ സിൻസ് ഐ വാസ് എ കിഡ്. പക്ഷേ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തുടക്കം കാരണം എനിക്ക് ചേച്ചിയുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. I was able to get to know her more and understand her and also actually learn from her, because she's such an amazing person, and not just as an actor but also as a human being. And please stay the same and never change. Uncle, Suji aunty, Appa, this wouldn't have been possible without you guys. I love you guys so much. പിന്നെ ജൂഡേട്ടാ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, ബിക്കോസ് I'm really grateful. I don't know how to thank you. Amma, Punju, I'm really happy you guys are here for this beautiful moment. And nothing much to say. Maya ചേച്ചിക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും വേണ്ടി I'm requesting everybody's prayers and blessings. I hope you guys love them all. Thank you everyone. Thank you Laleta, Sucheji, Vismaya, Ashish, Anthony Jeda, എല്ലാവരും. ശാന്തി ചേച്ചി, ബിഗ് താങ്ക്സ് ടു യു. പ്ലീസ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്.
ഇതുവരെ ജൂഡ് ഒരു പാട്ട് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. മൂവിങ് ഓൺ ടു ദ ട്രെയിലർ ലോഞ്ച് ഇവന്റ്. എല്ലാവരുടെ അവിടെ ഇരുന്നിട്ട് സോങ് ഇല്ല. നമ്മളൊരു കൗണ്ട് ഡൗൺ പോയിട്ട് യെസ്